പറപ്പൂക്കര പഞ്ചായത്ത് സോഷ്യൽ വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള 12ാമത് ഞാറ്റുവേല കാർഷിക മഹോത്സവം ഈ മാസം 17, 18 തീയതികളിൽ നെല്ലായിയിൽ വെച്ച് നടക്കും. വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് മന്ത്രി ഒ.ജെ. ജനീഷ് മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാർഷികോത്സവത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. മേളയുടെ ആദ്യ ദിനമായ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതൽ പൊതുജനങ്ങൾക്കായി സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പും ഉണ്ടായിരിക്കുന്നതാണ്. വാർത്താസമ്മേളനത്തിൽ സൊസൈറ്റി പ്രസിഡന്റ് ആര് നാരായണൻകുട്ടി, പി.കെ. പ്രസാദ്, സി.എം. ചന്ദ്രന് എന്നിവര് പങ്കെടുത്തു. ജൂലൈ 17-18 നെല്ലായി സെന്ററിൽ നടക്കുകയാണ്. ഇതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട രജിസ്ട്രേഷൻ യുവജന വകുപ്പ് മന്ത്രി ഒ.ജെ. ജനീഷ് നിർവഹിക്കുന്നു. അതിനൊപ്പം തന്നെ മുൻകാലങ്ങളിൽ നമ്മൾ ചെയ്ത പോലെ പ്രതിഭകളെ ആദരിക്കുന്നുണ്ട്. SLC, +2, A+ നേടിയ വിദ്യാർത്ഥികളെ, ഒപ്പം തന്നെ പഞ്ചായത്തിലെ നല്ല കർഷകനെ ആദരിക്കുന്നുണ്ട്. ചാലക്കുടി MLA ശ്രീ സനീഷ് കുമാർ നിർവഹിക്കുന്നില്ല. കൂടാതെ ഈ വർഷം സംഘത്തിന് സ്വർണ്ണ പണയ വായ്പ ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണം ജോയിന്റ് രജിസ്ട്രാർ ശ്രീ പി. രാമേന്ദ്രൻ അവരോടാണ് നിർവഹിക്കുന്നത്. പ്രസ്തുത ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബീന സുരേന്ദ്രൻ, പഞ്ചായത്ത് മെമ്പർ ശ്രീ K. രാജൻ, ഇഷ്യൂ ഓഫീസർ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സാധനം ഞാൻ ക്ഷണിച്ചു പോകുന്നു. പഞ്ചായത്ത് സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ആർട്ട് 1398 12ാമത്തെ ഞാറ്റുവേല കാർഷികോത്സവമാണ് ജൂലൈ 17, 18 തീയതികളിൽ നെല്ലായി ബാങ്കിന് സമീപമുള്ള പ്രദേശത്ത് വെച്ച് നടത്തുന്നത്. ഈ പ്രാവശ്യം എല്ലാ വർഷവും ചെയ്ത പോലെ പ്രതിഭകൾക്ക് ആദരം, അതിനൊപ്പം തന്നെ ഒരു നേത്ര പരിശോധന ക്യാമ്പ് വെച്ചിട്ടുണ്ട് സൗജന്യമായി. അതുപോലെ ഈ വർഷം ബാങ്കിന് പുതിയതായി സ്വർണ്ണപ്പണയ വായ്പ അനുവദിച്ച് ഉത്തരവ് തന്നിട്ടുണ്ട്. അപ്പം അത് തുടങ്ങുന്നത് ഈ ദിവസം തന്നെയാണ്. അപ്പോൾ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ബാങ്ക് പ്രസിഡന്റും നാരായണൻകുട്ടിയും, ഈ പ്രതിഭകളെ ആദരിക്കുന്നത് നമ്മുടെ T.J. സനീഷ് കുമാർ ജോസഫ് എന്ന ചാലക്കുടി MLA-യുമാണ്. അതുപോലെ മറ്റ് നേതാക്കളും മറ്റ് ഭാരവാഹികളും ഒക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ ഞാറ്റുവേല കാർഷികോത്സവത്തിന് എല്ലാവരുടെയും പിന്തുണയും സഹകരണവും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ലഭിച്ചതുപോലെ ഈ വർഷവും ലഭിക്കണമെന്ന് വിനീതമായി ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. വളരെ ബുദ്ധിമുട്ട്